കാശി വാ, ചീനിക്കിഴങ്ങ് കഴിക്കാൻ വാ. തേയിലുള്ള ചീനിക്കിഴങ്ങ് കഴിക്കാൻ വാ. എന്നാടി കൃഷ്ണൻ കഴിയടി. ആ, ചീനിക്കിഴങ്ങ് ഇന്നലെ എൻ്റെ ചേച്ചി കൊണ്ടുവന്നതാണ്. അവൾ ഇന്നലെ ഒരു കിലോ ചീനിക്കിഴങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അത് ഇന്നലെ നമുക്ക് കുറേ ഇഡലിയൊക്കെ ഇരുന്നുകൊണ്ട് നമ്മൾ എടുത്തില്ല. ഇന്നത് അവിച്ച് മുളകും ഉപ്പും എണ്ണയായിട്ടിട്ട് കേട്ടോ. ചീനിക്കിഴങ്ങ് കഴിഞ്ഞു. ഇതിപ്പോൾ ചീനിക്കിഴങ്ങ് രണ്ടുപേർക്കും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനും ഈ ഇടയ്ക്ക് വാങ്ങിച്ചത് ഇപ്പോഴും മതി. എൻ്റെ അച്ഛന് ചാലയിലായിരുന്നു ജോലി. അച്ഛൻ ചീനിക്കിഴങ്ങ്, പനങ്കിഴങ്ങ്, പാഴ്ചയമ്പ്, പൂവക്കിഴങ്ങ്, കാച്ചിലെല്ലാം കൊണ്ടുവരും. ഈ സീസൺ ആകുമ്പോൾ എല്ലാം കൊണ്ടുവരും. കൊണ്ടുവന്ന് ചാക്ക് കണക്കിനാണ് ഞങ്ങളെ വീട്ടിൽ കൊണ്ട് തട്ടണത്. ഞങ്ങൾക്കൊക്കെ അന്ന് വേണ്ട, അയൽവക്കത്തെല്ലാം വാരി കൊടുക്കും. നമ്മൾ ഒറ്റയ്ക്ക് തിന്നണ പരിപാടിയൊന്നുമില്ല. എല്ലാവർക്കും അമ്മയും കൊടുക്കും, അച്ഛനും കൊടുക്കും. അച്ചാറും അട്ടേ കൊടുത്തിട്ട് വരും. പിന്നെ അമ്മയും എല്ലാം വീട്ടിൽ കൊടുക്കും. ഇപ്പം നമുക്ക് ചീനിക്കിഴങ്ങും ഇല്ല, പരിചയമ്പും ഇല്ല, ഒന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ ജോലിയാണ് എൻ്റെ ഉടപ്പിറന്നാന് കൊടുത്തത്. അപ്പം അച്ഛൻ പറയും, ഞാൻ മരിച്ചു പോയാലും അവന് ജോലി കൊടുക്കണമല്ല, അവൻ നിങ്ങളെല്ലാവരും നോക്കുകയും ചെയ്യും, നിങ്ങൾക്കെല്ലാം കൊണ്ട് തരികയും ചെയ്യും. അവൻ നോക്കുകയും ചെയ്യണ്ട, അവൻ നോക്കണമില്ല. ഒരു ഒറ്റ വക നമുക്ക് കൊണ്ടും നല്ല 32 വർഷമായി ജോലിക്ക് കയറി. ഇനിയാണ് ഒരു പച്ചമുളക് അവൻ കൊണ്ട് വരട്ട്. എൻ്റെ അച്ഛൻ ഇരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് സ്ത്രീധനവും പണവും സ്വത്തും ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ആഹാരം ഇഷ്ടംപോലെ തന്ന് എന്നെ ഞങ്ങളെ വളർത്തിയത്. ദൈവമേ, മാങ്ങ, വെടിവെക്കണ തക്കാളി, മലക്കറി, എല്ലാ സാധനവും ഇഷ്ടം പോലെ കൊണ്ടുവരും. അപ്പം അച്ഛൻ ജീവനോണ്ടിരുന്ന അച്ഛൻ പറയുമായിരുന്നു, ഞാൻ ചാവുമ്പോൾ നിങ്ങളൊരു വെണ്ടയ്ക്കൊക്കെ അലക്കുമെന്ന്. ഞാൻ മനുഷ്യ ഉള്ളപ്പം മലക്കറിയുടെ കാര്യമൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ കൂടെ പറഞ്ഞാൽ ജോലി കൊടുത്ത് അവൻ പിന്നെ അവൻ തന്നില്ലെന്ന് എനിക്ക് വിഷമമല്ല. അവനെ കണ്ട അന്ന് ചെയ്ത പാവം തീരും. അതുകൊണ്ട് അവൻ അവനെങ്കിലും നന്നായിരുന്നാൽ മതി, എന്നും തരണ്ട. നമുക്ക് 4 പെണ്ണുങ്ങളുള്ളൂ. ഞങ്ങൾ 4 പെണ്ണുങ്ങൾക്ക് ഒന്നും തരണ്ട. പക്ഷെ അവൻ നന്നായിരുന്നാൽ മതി. അതുമില്ല, അവനും നന്നായില്ല, ഒന്നുമില്ല. അതങ്ങനെ കൊച്ചുങ്ങളും ഇല്ല, കല്യാണം കഴിഞ്ഞ് മക്കളും ഇല്ല. അങ്ങനെ അന്നേരം പണ്ട് മഴ സമയം വരുമ്പോൾ ഇതുപോലെ പയറും അവിച്ച് തേങ്ങയും തിരുവിയിട്ട് നോക്ക് വാരി ഇട്ടേക്ക് നോക്ക്. ഇതെന്തൊരു ഇട്ടിക്കണേ, ഇതെന്തൊരു വാരി ഇട്ടേക്കണേന്ന്. ഇതെന്തൊരു വാരി. ഒരു കുറച്ച് ചീനിക്കിഴങ്ങ് അവിച്ച് കൊടുത്തപ്പോൾ നോക്കിയാണ് ഉള്ള ഉപ്പിനെയും വാരിത്തട്ടി, ഉള്ള മുളകിനെയും വാരിത്തട്ടി, ഉള്ള വെളിച്ചെണ്ണയും വാരി. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അത് നമുക്ക് അതിനേക്കാളും കഷ്ടമായി മാറും. ഇങ്ങനെയാണോ വാരിയിടുക? ആവശ്യത്തിന് ശകലം